നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റിയുടെ യോഗം ഇന്നലെ KPCCയിൽ ചേർന്നു. വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തി സ്ഥാനാർത്ഥികളുടെ പേരുകൾ പരിഗണിച്ച് പട്ടിക തയ്യാറാക്കാൻ യോഗം KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ചുമതലപ്പെടുത്തി. ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുമായി കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർ ആശയവിനിമയം നടത്തി 7 ജില്ലകളുമായിട്ട് ചർച്ച നടത്തി. ജില്ലയിലെ നേതാക്കന്മാർ, KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, MLAമാർ, MPമാർ ഇവരുമായിട്ടുള്ള ചർച്ചകൾ തുടങ്ങി. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ, പാർട്ടി ഘടകങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് സ്ക്രീനിംഗ് കമ്മിറ്റി ഹൈക്കമാൻഡിന് പട്ടിക കൈമാറുന്നതാണ്. അത് എത്രയും വേഗത്തിലാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ നേതാക്കന്മാരുമായിട്ടുള്ള ആശയവിനിമയം നിയമസഭാ സമ്മേളനത്തിനിടയിലും ഞങ്ങൾ തുടങ്ങിയത്. നാളെയും അത് തുടരുന്നതാണ്. ജനുവരി 30 രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷി ദിനം വിപുലമായി ആചരിക്കുകയും അന്നേ ദിവസം പഞ്ചായത്തുകളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ച് തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം നടത്തുകയും ചെയ്യുന്നതാണ്. ജനുവരി 30 ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 10 മുതൽ 15 വരെ ഗൃഹസന്ദർശനം നടത്തുന്നതാണ്. ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് BD സതീശന്റെ നേതൃത്വത്തിൽ UDF നടത്തുന്ന സംസ്ഥാന തലത്തിലുള്ള പുതുയുഗയാത്ര 6-ാം തീയതി ഫെബ്രുവരി 6 കാസർഗോഡ് ആരംഭിച്ച് സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്നതാണ്. അതിൻ്റെ പ്രവർത്തന പരിപാടികൾ വിജയിപ്പിക്കാൻ എല്ലാ ഘടകങ്ങൾക്കും KPCC നിർദ്ദേശം നൽകി. CPM രക്തസാക്ഷികളുടെ ഫണ്ടിൽ തിരിമറി നടത്തുന്ന പാർട്ടിയാണ് എന്ന് പയ്യന്നൂരിലെ അവരുടെ മുതിർന്ന നേതാവ് തന്നെ നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിലെ പാർട്ടി മറുപടി പറയുന്നതിന് പകരം അദ്ദേഹത്തെ, കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും സമരം നടത്തിയവരെ ആക്രമിക്കുകയും ചെയ്യുന്ന ശൈലിയാണ് CPM സ്വീകരിക്കുന്നത്. നിയമസഭയിൽ അത് ചർച്ച ചെയ്യാൻ പോലും ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അടിയന്തര പ്രമേയത്തിനും അവതരണ അനുമതി നിഷേധിക്കുകയായിരുന്നു ഇന്നലെയും. ഇന്നിപ്പോൾ മനസ്സിലാക്കുന്ന തിരുവനന്തപുരത്ത് വിഷ്ണു എന്ന CPM പ്രവർത്തകന്റെ മരണത്തെ തുടർന്ന് ആ കുടുംബത്തെ സഹായിക്കാൻ സ്വരൂപിച്ച രക്തസാക്ഷി ഫണ്ടിലും തിരിമറി നടത്തിയിട്ടുണ്ടെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. അതിനേക്കാളെല്ലാം ഗൗരവത്തിലുള്ള ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. കരിവണ്ണൂർ ബാങ്ക് കവർച്ചാ കേസിൽ വ്യക്തികളല്ല, CPM നേതാക്കന്മാർ മാത്രമല്ല, ഇന്ന് അതിലെ പ്രതിപ്പട്ടികയിൽ 69-ാം പ്രതിയായിട്ട് കേരളത്തിലെ CPM പാർട്ടിയെ, തൃശ്ശൂരിലെ CPM പാർട്ടി ആ നിലയിൽ തന്നെ പ്രതിപ്പട്ടികയിൽ ചേർത്തത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഒരു ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റാരോപണത്തിൽ ഏതെങ്കിലും കക്ഷി നേതാക്കന്മാരെ വ്യക്തികൾ എന്ന നിലയ്ക്കല്ല, അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്കല്ല, പാർട്ടി എന്ന നിലയിൽ CPM പാർട്ടി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അത് വളരെ ഗൗരവത്തിലുള്ള കാര്യമാണ്. പാർട്ടി അതിനെ സംബന്ധിച്ച് ഉത്തരം പറയണം. ജനങ്ങൾ CPM എവിടെ നിൽക്കുന്നു, സാമ്പത്തിക കാര്യങ്ങളിൽ CPM എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ ഗുരുതരമായ തെളിവുകൾ തന്നെയാണ് അടുത്ത ദിവസങ്ങളെല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലും പ്രതികളെ സംരക്ഷിക്കാൻ, CPM നേതാക്കന്മാരായ പ്രതികളെ സംരക്ഷിക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഹൈക്കോടതി തന്നെ പറയുകയാണ്, കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ, അവരെ സഹായിക്കാനാണ് ഈ നടപടി എന്നത് ഹൈക്കോടതി പോലും സംശയത്തോടെ കാണുന്ന കാര്യമാണ്. ഞങ്ങളത് ഗൗരവത്തിൽ ഉന്നയിച്ച് സമരരംഗത്ത് നിൽക്കുന്ന വിഷയമാണ്. ഇന്നലെ BJPയുടെ നേതൃത്വത്തിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് പ്രിയങ്ക ഗാന്ധി ശബരിമല സ്വർണ്ണക്കേസിൽ രാജിവെക്കണം എന്ന് പറഞ്ഞ് ഒരു ജാഥ അല്ലെങ്കിൽ ഒരു സമരം നടത്തിയായിട്ട് അറിയുന്നു. ആരെയാണ് കേരളത്തിലെ BJP സംരക്ഷിക്കുന്നത്? ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച കളവിന് നേതൃത്വം നൽകിയ ഗൂഢാലോചന നടത്തി ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാരുടെ സ്ഥലങ്ങളിലേക്ക് അവർക്ക് ജാഥ വേണ്ട. പാർട്ടി ഇപ്പോഴും സംരക്ഷിക്കുന്ന CPM നേതാക്കന്മാരെ കുറിച്ച് അവർക്ക് ആക്ഷേപമില്ല.
വയനാട് MP പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചുമാണ് BJPക്ക് പരാതിയെങ്കിൽ എന്തടിസ്ഥാനത്തിലാണത്? BJP നേതാക്കന്മാർ ഉത്തരം പറയണം. അവർ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്നതിന്, നിയമത്തിന്റെ മുൻപിൽ നിന്നും രാഷ്ട്രീയമായിട്ടും യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്നതിനാണ് കേരളത്തിലെ BJP ശ്രമിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ആർക്ക് വേണ്ടിയാണ് അവർ സംസാരിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് അവർ സമരങ്ങൾ നടത്തുന്നത്, അവർ വ്യക്തമാക്കണം. മന്ത്രി ശിവൻകുട്ടിയും BJP നേതാക്കന്മാരും സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരെ ഒരേപോലെ സംസാരിക്കുന്നു. അതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത്. സ്ഥാനാർത്ഥികളുടെ അവസാന പട്ടിക തീരുമാനിക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്, AICC ആണ്. അക്കാര്യത്തിൽ തീരുമാനം അന്തിമമായിട്ട് വന്നിട്ടില്ല. ഇല്ലില്ല, വാർത്താ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളാണ്. അത് യോഗത്തിന്റെ തീരുമാനമായിട്ട് വന്നിട്ടില്ല. ചില വ്യക്തികൾ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങളിവിടെ പ്രകടമാക്കത്തില്ല. ഇല്ലില്ല, അതിൻ്റെ അകത്ത് ഭൂരിപക്ഷം ന്യൂനപക്ഷം ഒന്നും തീരുമാനിച്ചിട്ടില്ല.